ബെസ്റ്റ് തിങ് ഈസ് നാളെ എനിക്ക് സെമസ്റ്റർ എക്സാം ആണ്. എടുത്താൽ 99 ആണ്. അപ്പൊ നമുക്ക് കട തന്നെ എടുത്താൽ 100 രൂപയ്ക്ക് പായസം തൊട്ട് ചിക്കൻ ബിരിയാണി, തലശ്ശേരി ചിക്കൻ ബിരിയാണി വരെ ഉണ്ട്. Angel, bye. Welcome back to my channel. So ഇന്ന് it's almost time ഒരു 8:30 ആയിട്ടുണ്ട് രാത്രി. സോ നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് ഒരു പരിപാടി നടക്കുവാണ്, കൈൻഡ് ഓഫ് ഫെസ്റ്റ് പോലെ. സോ നമ്മൾ വിചാരിച്ചു അതിലോട്ടൊന്ന് പങ്കെടുക്കാൻ പോവാം, ലൈക്സ് ഒന്ന് കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഹോസ്റ്റലിലെ കുറച്ച് പിള്ളേരുണ്ട്, അവരുടെ കൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. സോ ഞാൻ ഇന്ന് അതാണ് വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. Let me get ready and തിരിച്ചു വരാം. So again, welcome back to my channel. A few minutes later. Okay, so I'm ready and I'm wearing this white shirt with blue jeans. Okay, so I just put some lipstick and some eyeliner. That's it. വേറൊന്നും വേണ്ട, that's enough. പ്രത്യേകിച്ച് ഇങ്ങനെ അതിന് റെഡിയാവാൻ ഇപ്പോൾ ടൈമൊന്നും എടുക്കുന്നില്ല, I don't know why. So that's it. സോ നമുക്ക് പോയിട്ട് അവിടെ ആക്ച്വലി പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ഈവനിങ് തന്നെ സ്റ്റാർട്ടായി. അപ്പോൾ നമ്മൾ പോയിട്ട് ബാക്കിയിട്ട് എന്തൊക്കെ നടക്കുന്നതെന്ന് നോക്കിയിട്ട് ലെറ്റ് മീ കോൾ. കുറച്ച് പേരും കൂടെ വരാനുണ്ട് എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ്. അപ്പോൾ അവരുടെ കൂടെ പോകുന്ന അവിടെ പോയിട്ട് ഞാൻ ബാക്കിയുള്ള കാണിക്കട്ടെ. സോ ഗായ്സ്, ഇതാണ് എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ്. ഒരാളവിടെ ഇരുട്ടായതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ആൻഡ് ബെസ്റ്റ് തിങ് ഈസ് നാളെ എനിക്ക് സെമസ്റ്റർ എക്സാം ആണ്. ലൈഫ് ഇസ് സോ മച്ച് ഫണ്ണൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം ഗൈസ്. ഇല്ല എല്ലാവരും കാണോ. ഗൗരി 100 രൂപയ്ക്ക് കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല 100 ഇത് എന്റെ വലിയ തല ആയതുകൊണ്ട് പൊട്ടിയാ റീഫണ്ട് ചെയ്യാം. പൊട്ടുവിനായിരിക്കും. എങ്ങനെയുണ്ട് പൂജ? അഭിപ്രായം പറയും. പൂജ നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. എടുത്താൽ 99 ആണ്. അപ്പൊ നമുക്ക് കട തന്നെ എടുത്താലോ. കട തന്നെ നമുക്ക് 99 റുപ്പീസിന് വാങ്ങാം. ഏതെടുത്താലും 99 ആണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോയത് ഈ ഒരു വിർച്വൽ എഫക്റ്റ് തരുന്ന ഒരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ ഇവർ നമുക്കൊരു സ്ക്രീൻ നമ്മുടെ കണ്ണിലിങ്ങനെ വെച്ച് തരും. അതിലൂടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണും, ലൈക്ക് ഐലൻഡ് അല്ലെങ്കിൽ ഹൊറർ ആയിട്ടുള്ള സീൻസ് അല്ലെങ്കിൽ സോംബീസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ ഭയങ്കര ഹൊറർ ഫിലിമിൻ്റെ ഫാനല്ല. ഞാൻ എന്താ പറയുന്നത്, പ്രേത സിനിമ വന്നാൽ പോലും ആ സ്ഥലത്ത് നിന്ന് ഓടുന്ന ആളാണ്. എനിക്ക് കാണാനേ പറ്റില്ല, അത്രയ്ക്കും പേടിയാണ് ഹൊറർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഹൊറർ വേണ്ട, ജസ്റ്റ് ഫോറസ്റ്റ് അഡ്വഞ്ചർ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ എക്സ്പ്രഷൻസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും വാട്ട് ഐ വാസ് ഫീലിംഗ് ദെയർ. എൻ്റെ മുമ്പിലോട്ട് ആ ഒരു അനിമൽസ് അല്ലെങ്കിൽ അനിമൽ എന്ന് പറയാൻ പറ്റില്ല, കൈൻഡ് ഓഫ് സോംബീസൊക്കെ വരുന്നു, എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഞാനിങ്ങനെ മാറി തന്നെ പോകുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ആക്ച്വലി ഐ വാസ് ലൈക്ക് ഒരു റോളർ കോസ്റ്ററിൽ നമ്മളിങ്ങനെ കയറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ലെഫ്റ്റിലോട്ട് പോകുന്നു, റൈറ്റിലോട്ട് പോകുന്നു, നമ്മുടെ ബോഡി അതനുസരിച്ച് മൂവ് ആകുന്ന ഒരു ഫീൽ വരും. അതാണ് ഞാനും എൻ്റെ ബോഡി, ഞാൻ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് അവിടെ കിടന്ന് കാണിച്ചു വിട്ടിരുന്നത്. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, ഇറ്റ് വാസ് ഫൺ. ഞാൻ ഇടയ്ക്കൊക്കെ കണ്ണടക്കി, എനിക്ക് അത്രയ്ക്കും പേടിക്കുന്ന കൈൻഡ് ഓഫ് ജീവികളൊക്കെയാണ് എൻ്റെ കൺമുമ്പിൽ കൂടെ വന്നത്. ആക്ച്വലി അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഒരിക്കലെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ വിയർക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എന്തോ ഒരു ഗൂസ് ബംസ് ഒക്കെ വരുന്ന ഒരു ഫീലായിരുന്നു ഓരോരുത്തരും അറ്റാക്ക് ചെയ്യാൻ വരുമ്പം. ആക്ച്വലി ഇറ്റ് വാസ് നൈസ്. അടക്കി പിടിക്കുമായിരുന്നു എല്ലാം. ചിലന്തി
ഇവിടെ കേറിട്ട് എന്തെങ്കിലും അടുത്തോട്ടൊക്കെ വരുന്നു സോമ്പി മനുഷ്യൻ താങ്ക് യു ചേട്ടാ. സോ ദിസ് ഈസ് എൻ്റെ അടുത്ത ഹോസ്റ്റൽ മേറ്റ്സ് ആണ് ഗൈസ്. ചാടിയല്ലേ ഹോസ്റ്റലിൽ നിന്ന് നൈസായിട്ട്. കുറച്ച് ഒരാൾ മെസ്സേജ് ഇട്ടാ നിങ്ങൾ പ്രോഗ്രാമിന് പോയതാണോ? സോ ആഫ്റ്റർ ദ പർച്ചേസ് വി ആർ റിട്ടേണിംഗ്. എല്ലാം പർച്ചേസ് ചെയ്തത് ഗൗരിയാണ് അല്ലേ? പർച്ചേസർ ഓഫ് ദ ഡേ. അവാർഡ് ഗോസ് ടു ഗൗരി. എല്ലാം വാങ്ങിക്കുന്ന എല്ലാം പിടിക്കുന്ന അവാർഡ് ഗോസ് ടു പൂജ. വ്ലോഗ് എടുക്കുന്ന അവാർഡ് ഗോസ് ടു മീ. ഗൈസ് നിങ്ങൾ കേറിയോ റൈഡിൽ? എവിടെ പോയി? നമ്മൾ ഏതിലാണ് ഇങ്ങനെ ആകാശത്തോടെ പോയി ഇങ്ങനെ അവിടെ കണ്ടിന്യൂസ് ലൂപ്പായി എക്സൈറ്റ്മെന്റ് കാണത്തില്ലടാ. എന്നുവെച്ചാ പോകുന്നെങ്കിൽ ഇങ്ങനെ മറ്റേ റോളർ കോസ്റ്റർ പോലെ കണ്ടിന്യൂസ്ലി പോകണം. ഇവിടെ അതൊന്നും ഇല്ല. സോ ഇത് ആക്ച്വലി ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു, അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് കുറവാണ്. സോ ഒരു കാര്യം നമ്മളങ്ങനെ ഈ റൈഡിൽ പോകാൻ പോവാണ്. ഏത് റൈഡാണ്? ഈ റൈഡ്. അതിൽ നമ്മൾ പോവാണ്. 80 rupees. നാളെ നാളെ എക്സാം ഉണ്ട്. എങ്ങാനും തലയിറങ്ങിയ ബോധലാണ്ട് വീണം നിങ്ങൾ എനിക്ക് കൊണ്ടുപോകണം. ഒന്ന് വരിക തിരിച്ച്. ഇവിടെ അവരുടെ റിയാക്ഷൻ കണ്ടോ? അവരുടെ ഒരാളെ പിള്ളിയിടുന്നോ വായിക്കുന്നു. അയ്യോണ്ട് കയറാം. നമുക്കിനിയിപ്പോൾ നാളല്ലേ കുഴപ്പമില്ല. അതിന് പക്ഷെ ഭയങ്കര സീനാന്ന് തോന്നുന്നു. ആ കുട്ടി ഭയങ്കര ഷോക്ക് ചെയ്യും. ആൻഡ് നമ്മൾ ആദ്യം പോയ റൈഡ് ഇതായിരുന്നു. ഇത് ആക്ച്വലി പുറമേ നിന്ന് കണ്ടപ്പോൾ ലൈക്ക് ഓക്കെ നല്ല സ്പീഡായിരിക്കും. പക്ഷെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സ്പീഡായിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ കുഴപ്പമില്ല രീതി. ഓക്കെ ഗൈസ്, സോ ഇന്ന് ഡേ 2 ആണ്. നമ്മൾ പോകുന്നത് ഡേ. നമ്മൾ ഇന്നലെ നമ്മുടെ ഡേ 1. അപ്പൊ നിങ്ങൾക്ക് ഇറ്റ്സ് എവിഡന്റ് ഫ്രം അവർ ഡ്രസ്. ഇന്നലെ നമ്മൾ ബ്ലോഗ് വേറെ ഇന്നലെ ഞാൻ വൈറ്റ് ആയിരുന്നു, ഇന്ന് ഞാൻ ബ്ലൂ ആക്കി. അപ്പം ഇത് നമ്മുടെ ഡേ 2 ആണ്. ആക്ച്വലി ഞാൻ വിചാരിച്ചു അത് മാത്രമായിട്ട് വ്ലോഗ് ഇടാമെന്നാ. പിന്നെ വിചാരിച്ചു ഇന്നും കൂടെ പോകുന്നുണ്ടല്ലോ, അപ്പം രണ്ടും കൂടെ ഒറ്റ വ്ലോഗിൽ ഇടാം എന്ന് വിചാരിച്ചു. കുറച്ചും കൂടെ കണ്ടന്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്നലെ പോയ അതേ സ്ഥലത്താണ്. അതെല്ലാം സെയിം ആണ്. ഇന്നലെ കണ്ട അതേ സാധനങ്ങളായിരിക്കും ഇന്നും കാണാൻ പോകുന്നത്. എനിത്തിങ് ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും. ഹൈലൈറ്റ് ഓഫ് ദ ഡേയ്സ് നവ്യ നായർ ഇന്ന് വരുന്നുണ്ട്. പുള്ളിയുടെ ഡാൻസ് എന്തെങ്കിലും കാണുമായിരിക്കും. ഷീസ് എ ഡാൻസർ, ക്ലാസിക്കൽ ഡാൻസർ. അപ്പം എന്തെങ്കിലും കലാപരിപാടികൾ കാണുമായിരിക്കും. അതെ അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്സ്. സോ ഒരാളോട് സംസാരിച്ച് പോളിന്ന് വരുന്നുണ്ട്. ഓക്കെ, സോ ഇന്നലെ നമ്മുടെ കൂടെ അയ്യോ അവാർഡിനായിട്ട് വരുന്നുണ്ട്. നമ്മൾ പിന്നെ ഇന്ന് വന്നതിന്റെ റീസൺ ഇന്നലെ വായി നോക്കാൻ പറ്റിയില്ല. സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം ഇന്നലെ വായി നോക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വായി നോക്കുന്നതായിരിക്കും. പറയുന്ന ഡയലോഗ് ഒന്നും കൂടെ പറയാം. എന്താണ് പുസ്തകോത്സവം? ഇവിടെ ബജ്ജി ഉണ്ട്, പായസം തൊട്ട് ചിക്കൻ ബിരിയാണി, തലശ്ശേരി ചിക്കൻ ബിരിയാണി വരെ ഉണ്ട്. ഇവിടെ സർബത്ത് ഞങ്ങൾ കുടിച്ചു. അവനിപ്പം കുടിക്കുന്നുണ്ട്. ഏഞ്ചലിനെ കണ്ടപ്പോ അവർക്ക് കുളിക്കാൻ തോന്നിയില്ല. എന്റെ ക്ലാസ്സിലെ പയ്യൻ ഷിറ്റ്. ഓ മൈ ഗോഡ്, കണ്ട സംസാരിക്കേണ്ടി വരും. മൈൻഡ് ഉണ്ടോ? മുഖം കഴുകി ലിപ്സ്റ്റിക് ഇട്ട് ഐലൈനർ വരച്ചു. ഇവിടെ വന്നിട്ട് മാമൂല് കഴിയില്ല. പിന്നെ നമ്മള് വേർത്തിട്ട് കുളിക്കേണ്ടി വരും. എന്തിനാ നമ്മൾ വെള്ളം പാഴാക്കുന്നത്? ശരിയാ, ഈ ചിന്താഗതി എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ മുമ്പൊക്കെ.
അവിടെ കുഴി വന്നടാ അടിച്ചടിച്ച്. അതിലൊരു നമുക്ക് ഇടല് ചുടാം. ഞാൻ പെണ്ണാ ഓക്കെ അല്ലേ? ഇവൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഉണ്ടല്ലോ ഇവിടുന്ന്. എന്ത് ഭംഗിയാ. അനാഥരായി വഴിയരികൾ നടക്കുന്ന 2 യുവതികൾ. അതെ, നമുക്ക് എന്നെ കറകരോട്ട് കിടന്ന് കറങ്ങാം. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട് റോഡിൽ കൂടെ ഊരി ചുറ്റാന്ന് വിചാരിച്ചു. കഴിഞ്ഞ് വന്നിരുന്നു. ഫീൽഡ് ബുള്ളറ്റ് 2ാം സമ്മാനം, സ്കൂട്ടർ 3ാം സമ്മാനം, സ്കൂട്ടർ 4ാം സമ്മാനം, ലാപ്ടോപ്പ് 5ാം സമ്മാനം, ആൻഡ്രോയിഡ് ഫോൺ 6 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ സമ്മാനമായി. 11 മുതൽ നമുക്ക് പറ്റിയൊരു എന്തോ കിട്ടുന്നില്ല. നമ്മളങ്ങനെ നടന്ന് പല വഴികളിൽ കൂടെ പോവുകയാണ്. അതിന് ഫുള്ള് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരിക്കും. അവിടെ ഫ്രീ ആയിട്ട് പാമ്പിനെ എടുക്കാൻ പറ്റുമോ? നമ്മൾ സഞ്ചരിക്കുകയാണ് തുണികളുടെ വഴിയിൽ കൂടെ. എവിടെ? ഡോണ്ട് മൈൻഡ്, ഏഞ്ചൽ ഇസ് ഗ്ലോയിങ്. അല്ല, നിങ്ങളല്ലാതെ നോർമൽ ആൾക്കാരെ എടുത്തിട്ടുണ്ടോ? എടുക്കട്ടെ, എടുക്കടി. ഒന്നും പേടിക്കണ്ട, കർത്താവിനെ ധ്യാനിച്ചങ്ങ് എടുത്തു. ഒന്നും പേടിക്കണ്ട, ഒന്നും ചെയ്തില്ല. തീരെ പേടിയില്ലാന്ന് തോന്നുന്നു. പിടിച്ച് ഞെക്കല്ലേ? ഇല്ലടി, നാക്ക് വിളി വരുന്ന കണ്ടില്ല. അമ്മേ, ഞാനില്ല. അവിടെ നിന്ന് ഒരു ഇല പറിച്ചിരിക്കും ഞാൻ. വരുന്നിട്ട് ഞാൻ ഇല പറിക്കും. പറ്റും. അവിടെ 4 പേര് അവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോ മുകളിലോട്ട് പോവാം. എന്നേക്കുമായിട്ട് പോവാം. സൂപ്പർ ആയിരിക്കും. ദുരന്തം പറഞ്ഞേ കേറുള്ളൂ, പിന്നെ എങ്ങനെയാ? ടിക്കറ്റ് എടുക്കാൻ പോവാ. ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഏഞ്ചൽ ബൈ. അങ്ങോട്ട് നോക്കണേ, നമ്മൾ ടോപ്പിൽ നിൽക്കുകയാണ്. നമ്മൾ വിർച്വൽ നവ്യ നായരിനെ കണ്ടു സ്ക്രീനിൽ കൂടെ. അവിടെ പുള്ളി കളിക്കുന്നുണ്ട്.
ബ്രോ അത് പച്ച ഡ്രസ്. നീല ഡ്രസ് ഇട്ടോ തമ്പി പച്ചയല്ലേ. ഗൈസ് നമ്മൾ അടുത്ത അഡ്വഞ്ചർ സ്പോട്ടിലോട്ട് പോവുകയാണ്. ഈ പ്രാവശ്യം ഞാൻ സംഗീതം പറഞ്ഞത് കേൾക്കുന്നു. നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ നമ്മൾ പോവുകയാണ് ഗൈസ്. ഇത് കൊള്ളാല്ലേ. ഗൈസ് വി ആർ ഓൺ അവർ നെക്സ്റ്റ് അഡ്വഞ്ചർ സ്പോട്ട്. നമ്മൾ ഏറ്റവും ബാക്കിലൊക്കെ തിരിച്ച് വേണമെന്ന് പറഞ്ഞ് നമ്മൾ പോയി മുകളിലോട്ട് എത്തുമ്പോൾ ഒരു തീര് വരും. ശ്വാസം വേണം. ഞാൻ ലിറ്ററലി സീറ്റിൽ നിന്ന് എണീറ്റ്. നല്ലതായിരുന്നു. ഇവിടെ ആക്ച്വലി ഇടയ്ക്ക് ചെയ്യുന്ന പൊങ്ങിയില്ലേ. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നവ്യ നായരുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ. അത് കാണാൻ വേണ്ടി നമ്മൾ പോയി. നമ്മൾ ഫ്രണ്ട് റോയിൽ ഇരുന്നാൽ കണ്ടത്. ടു ബി ഓണസ്റ്റ് ഇറ്റ് വാസ് സച്ച് എ ഗ്രേസ്. കാരണം ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദ വേ ഷീ ലുക്സ് ആൻഡ് ഹർ ബോഡി ലാംഗ്വേജ്. നമ്മൾ ഏറ്റവും ഫ്രണ്ട് റോയിൽ ഇരുന്നിട്ടാണ് അവരുടെ ഫേസിൽ എക്സ്പ്രഷൻ തന്നെ ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യുക. എന്തോരം ഭംഗിയാണ് കാണാൻ പിള്ളേരുടെ. ഭയങ്കര കോൺഫിഡൻസ്. ആക്ച്വലി ഐ ഹാഡ് നോ വേർഡ്സ് ടു സേ. അത്രയ്ക്കും അടിപൊളിയായിരുന്നു നവ്യ കളിച്ചത്. ഹർ വേ ഓഫ് ഡാൻസിങ് ഞങ്ങളങ്ങ് ഇരുന്ന് പോയി. ഞാൻ ഇതുവരെയ്ക്ക് ലൈഫിൽ ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ കോൺസേർട്ടൊന്നും കാണുന്ന ആളല്ല. പക്ഷെ ദിസ് വൺ ടു ബി ഓണസ്റ്റ് ഐ സ്വെയർ ഐ എം ജസ്റ്റ് അഡ്മയറിങ് ഹർ. ഷീ ഈസ് സോ സ്ട്രോങ് ആൻഡ് ഫാബുലസ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കളിച്ചത്. ആൻഡ് ഐ എം ലവിങ് ഇറ്റ്. Okay, so guys, we are winding up our vlog. 2 ദിവസത്തെ ഏഞ്ചൽ come on, എന്താണ് പിണങ്ങി പോകുന്നത്? അല്ല, ഏഞ്ചലിന് ആഗ്രഹമുണ്ട് ഫുൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന്. ബിക്കോസ് നമ്മൾ നവ്യ നായറിന്റെ ഡാൻസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മള് ലാസ്റ്റ് ഒരു പാർട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമുക്ക് തീർക്കാൻ പറ്റില്ല. അതിന് മുമ്പേ നമ്മള് വാർഡൻ വിളിച്ചില്ല. ഓക്കെ അപ്പം നമ്മള് നമുക്ക് പ്രഷർ ഉണ്ട്. നമ്മൾ കയറണം. മണി 11 അല്ലാണ്ട് സെക്യൂരിറ്റി ഞങ്ങൾ കുറച്ച് സീൻ ആയതുകൊണ്ട് നമ്മൾ കയറേണ്ടി വരുന്നു. സോ പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വാട്ട് എ ഗ്രേസ്. ആക്ച്വലി പിള്ളേരുടെ എക്സ്പ്രഷൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ നവ്യനായരുടെ കൂടെ അത്രയും ടാലന്റ് ആയ അവരെ പറ്റി പറയാണ്ടിരിക്കാൻ. ഐ എം യൂസിങ് ദിസ് അവസരം ടു അപ്രിഷിയേറ്റ് ദം. സീരിയസ്ലി സീരിയസ്ലി ഐ അപ്രിഷിയേറ്റ് ദെയർ എഫേർട്സ്. വല്ലാണ്ട് അത്രയും ടാലന്റ് ആയിട്ടുള്ള ഒരു ഡാൻസറിന്റെ കൂടെ നിന്ന് കളിക്കാന്ന് പറഞ്ഞ ജസ്റ്റ് ഓക്കെ. അപ്പം വി വർ അഡ്മയറിങ് ദാറ്റ് ബ്യൂട്ടി. ഈ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ ഒരു കോൺസേർട്ടിൽ പങ്കെടുക്കുന്നതും കൈൻഡ് ഓഫ് ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. നമ്മള് അതേ ബോറടിച്ചില്ല. ഫോൺ നോക്കാനേ തോന്നത്തില്ല. ഞാൻ ഫോൺ എടുത്തത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം. ഐബ്രോ മൂവ്മെന്റ്സ്, ഹർ ചിരി, she was so beautiful and her expression damn. Okay, so നമുക്ക് നടന്ന എക്സ്പ്രഷൻ പറയാം. ആക്ച്വലി സംഗീത വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വരത്തില്ലായിരുന്നു. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇവള് മെസ്സേജ് ഇട്ട് അവിടെ വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ വരാന്ന് പറഞ്ഞു. വന്നില്ലായിരുന്നെങ്കിൽ ഐ വിൽ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സോ വി ഹാവ് ടു ഗോ. ഓ എടാ കൊച്ചിന് കാല് വയ്യടാ. ഓക്കെ ഗൈസ്, കാല് വയ്യത് കൊച്ചുകൂടെ ഉണ്ട്.
So by the bye, we are winding up today's vlog. So like, share and subscribe. Until then, Sangeeta, bye bara. Bye.